കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ ഇന്നും തുടരും. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ വിചാരണയാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഒരു പ്രതി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇന്നലെ ഹാജരായി. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കോടതിയിൽ നടക്കുന്നത്? ലിബീഷ്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയാണ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ വീണ്ടും രണ്ടാം ഘട്ട വിചാരണയാണ് ആരംഭിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതികളായ പൾസർ സുനി, അതോടൊപ്പം തന്നെ ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 6-ാം പ്രതി പ്രദീപ്, 8-ാം പ്രതി ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എന്നിവരാണ് ഇന്നലെ കോടതിയിൽ ഹാജരായത്. 15-ാം പ്രതി ശരത്ജി നായരും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയും ഇന്നലെ കോടതിയിൽ ഹാജരായിട്ടില്ല. കോടതി നടപടികൾ ഇന്നും പുരോഗമിക്കും. ആദ്യഘട്ടത്തിൽ സാക്ഷി വിസ്താരം കോടതി പൂർത്തിയാക്കിയിരുന്നു. വിചാരണ നടപടികളുടെ ഭാഗമായാണ് പ്രതികളോട് വീണ്ടും ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടത്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പ്രതികളുടെ വിസ്താരം ആരംഭിച്ചിരിക്കുന്നത്. ഇനി പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരവും വാദവുമാണ് നടക്കാനുള്ളത്. ഇത് സംബന്ധിച്ച നിർണായക നടപടികളാണ് എറണാകുളം പ്രത്യേക കോടതിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവം അടുത്ത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികളുടെ വിസ്താരം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേസുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിൽ പറയുന്നത് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരത്തിന് ശേഷം വീണ്ടും പ്രതി ചേർക്കപ്പെട്ടയാളെ ക്രോസ് വിസ്താരം നടക്കുന്ന നിയമപരമായി സാധൂകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതിയിൽ ഇന്നലെ നൽകിയ ഹർജിയിൽ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടില്ല. ഇന്നും പ്രതികളുടെ വിസ്താരം നടക്കുന്നുണ്ട്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഇന്നും കോടതിയിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ എത്തുന്നുണ്ട്. ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപിന്റെ അഭിഭാഷകർ ശ്രമിക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കൊച്ചിയിലെ ഇരയാക്കപ്പെട്ട നടി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പൾസർ സുനിയും സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ദിലീപിന്റെ അഭിഭാഷകർ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നാണ് പൾസർ സുനിയും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഇന്നും കേസിന്റെ വിസ്താരം ലിബീഷ് പറഞ്ഞതുപോലെ എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ നടക്കുകയാണ്. എന്ന് വരെ വിസ്താരം ഉണ്ടാകുമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കഴിഞ്ഞ ദിവസം കോടതി പ്രതികളെ വിസ്തരിച്ചതിന് ശേഷം കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നത്തെ വിസ്താരത്തിന് ശേഷം ഇനിയും വിസ്തരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു തീയതി എന്നാണെന്ന് കോടതി ഇന്ന് വ്യക്തമാക്കും. ലിബീഷ്, നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.